I am Vijay Nair, former officer Food Corporation of India. Current affairs പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. Trump 47, the US president owes to stop all censorship. Yesterday, Donald Trump became the 47th president of India after a gap of 4 years. He was the US president from 2016 to 2017 to 2021. Now he again became the president of USA. He became the 47th president, and his deputy, that is the vice president of USA, is J.D. Vance. He has an Indian connection. His wife is Indian. His wife's name is Usha Vance. She is the second lady of USA. And Donald Trump, after coming to power itself, he openly stated that America is going to withdraw from the Paris Agreement. In his first tenure in the period of 2017 to 21 also, he made the same decision. He withdrew from the Paris Climate Agreement. But after Joe Biden came into power in USA, he again accepted Paris Agreement. The other big disaster because for environment protection, Paris Climate Agreement is very much needed. And Donald Trump is totally against the Paris Climate Agreement because of the assumption that it is against the interests of US industries. So he decided to withdraw. അത് പണ്ടും അദ്ദേഹം ചെയ്തു. ഇപ്പോൾ he is again going to withdraw. അതൊരു വലിയൊരു പ്രോബ്ലം ആണ്. അത് അകത്ത് ഇന്റർനാഷണൽ പേജിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യസ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ represented India in the oath taking ceremony of Donald Trump. And പിന്നെന്താണ് വേറെ ഒന്നും അവിടെ പറയാനില്ല. അപ്പൊ അത്രയാണ് അവിടെ അതിൽ പറയാനുള്ള. ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ് ഫോർ RG Kar കേസ് കൺവിക്ട്. അതൊരു ടോട്ടലി ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് it was a heinous crime against a woman, a medical practitioner, a very young medical practitioner. So our brutal rape and murder that deserved death penalty, because in Kerala yesterday another verdict from a court came regarding that Sharon murder. അപ്പോൾ അതില് ഗ്രീഷ്മയ്ക്ക് അവര് ഡെത്ത് പെനാൽറ്റിയാണ് കൊടുത്തത്. അതാണ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇതൊരു നാഷണൽ അറ്റൻഷൻ നേടിയ ഒരു ന്യൂസ്, ഒരു വിഷയമായിരുന്നു. ഇതില് ഈ ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് എനിക്ക് തോന്നുന്നില്ല അതൊരു ബിഫിറ്റിംഗ് ആയിട്ടുള്ളൊരു പണിഷ്മെന്റ് ആണെന്ന്. പിന്നെ ബട്ട്ലാപൂർ ഇതൊന്നും വേണ്ട നമുക്ക്. ജോബ്സ് ഫോർ യൂത്ത് പ്രയോറിറ്റി ഫോർ നെക്സ്റ്റ് 5 years. Arvind Kejriwal is campaigning rigorously for the Delhi election. So he's giving promises to the people of Delhi for getting elected again. അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. Stalin urges CMs to oppose the draft to UGC regulations. UGC University Grants Commissionuമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസിഷൻസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ആ ഡിസിഷൻസിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നോംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ വിഷയം ഡിസ്കസ് ചെയ്യുന്നില്ല. വേറൊരു ദിവസം അത് ഡിസ്കസ് ചെയ്യാം. ഒന്നുകൂടെ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അതിൽ ഈ നമ്മുടെ വൈസ് ചാൻസലേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് UGC ചില ഡിസിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പറയുന്നതെന്ന് വെച്ചാൽ UGCക്ക് ഇത്തരത്തിൽ വൈസ് ചാൻസലേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിൽ ഇൻവോൾവ് ചെയ്യാനുള്ള mandate illa എന്നാണ്. UGC is the body to look after the quality of education, quality of higher education, and they have no right to interfere in the matters in the matter of appointment of vice chancellors. That is the prerogative of the state government എന്നാണ് ഇതില് സ്റ്റേറ്റുകൾക്ക് അവകാശപ്പെടുന്നതും ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരാൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അനലൈസ് ചെയ്തില്ല. ഈവൻ ഇഫ് ഐ ഡിഡ്ന്റ് അനലൈസ് ദ ആർട്ടിക്കിൾ കോംപ്രഹെൻസീവ്ലി, ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ഇതിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്സ് റൈറ്റ്സിൽ ഈ പറഞ്ഞ UGC കൈകടത്തുന്നു. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ഫെഡറൽ പ്രിൻസിപ്പിൾസ്. ദാറ്റ്സ് വൈ ഓൾ ദി ഒപ്പോസിഷൻ റൂൾ സ്റ്റേറ്റ്സ് ഷുഡ് ഒപ്പോസ് ദിസ് ഡ്രാഫ്റ്റ് UGC റെഗുലേഷൻസ് എന്ന് തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ്. പിന്നെ അവിടെ മറ്റൊരു ന്യൂസ് ഉള്ളത്, കോർട്ട് ഗീവ്സ്, ഇതൊന്നും വേണ്ട. സെൻട്രൽ ലിഫ്റ്റ് ബാൻ ഗീവ്സ് നോട്ട് ഫോർ ഷുഗർ എക്സ്പോർട്ട്. ഇതൊന്നും നമുക്ക് വലിയ ആവശ്യമുള്ള ന്യൂസുകളല്ല. ഷുഗർ എക്സ്പോർട്ടിൽ സെൻട്രൽ ഗവൺമെന്റ് കുറച്ച് ബാൻ ഏർപ്പെടുത്തിയിരുന്നു റീസെന്റ് ആയിട്ട്, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ മന്ത്സ് ഓഫ് ഒക്ടോബർ ആൻഡ് നവംബർ. ബിഗ് ഫെസ്റ്റിവൽ സീസൺസ് ആർ ഹാപ്പനിങ് ഇൻ ഇന്ത്യ.
Deepavali, Puja, etc. All these celebrations are the biggest festivals in India. So at that time, there should not be any kind of shortage for sugar. For taking into consideration all those aspects, central government imposed export ban on sugar at that time. Now they are going to lift that ban. അത് സ്വാഭാവികമായിട്ടും ഷുഗറിന്റെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ ഇതിന് ബെറ്റർ പ്രൈസ് കിട്ടുന്നതിനൊക്കെ തടയും ഈ പറഞ്ഞ എക്സ്പോർട്ട് ബാനൊക്കെ. അപ്പൊ അത് അവരെടുത്ത് മാറ്റാമാണ്, അത്രേ ഉള്ളൂ. സ്റ്റഡി മൂഡ്സ് ഇൻക്ലൂഷൻ ഓഫ് 179 ഗ്രൂപ്പ്സ് ഇൻ SC/ST OBC ലിസ്റ്റ്. അതും ഒരു ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിതി ആയോഗ് നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഇപ്പൊ ഇന്ത്യ മുഴുവനായിട്ട് ഒരുപാട് പുതിയ കമ്മ്യൂണിറ്റീസിന് ഇതില് എന്താണ് SC/ST OBC ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് OBC ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ നിതി ആയോഗ് നടത്തിയ ഒരു സ്റ്റഡി. വാട്ട് ഈസ് നിതി ആയോഗ്? നിതി ആയോഗ് ഈസ് ദ റീപ്ലേസ്മെന്റ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. Planning Commission was a brainchild of the first Prime Minister of India, Jawaharlal Nehru. When Narendra Modi became the Prime Minister of India in 2014, he replaced the Planning Commission with Niti Aayog. And what is the expansion of Niti? National Institution for Transforming India. Niti is National Institution for Transforming India. National Institution for Transforming India, Niti Aayog, and its chairman is Prime Minister of India, that is Narendra Modi currently, and vice chairman is Suman Berry is the vice chairman of Suman Berry ആണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. സുമൻ ബെറി അല്ലെ നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. യെസ്, സുമൻ ബെറി തന്നെ. സുമൻ ബെറി എന്നാണ് വരുൺ ബെറി എന്നാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വരുൺ ബെറി ഒരു കമ്പനിയുടെ CEO ആയിരുന്നു. എനിക്കൊന്ന് ബ്രിട്ടാനിയയുടെ പഴയ CEO കണ്ടാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോവാം. സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോ 5 held responsible for ബട്ട്ലാപൂർ എൻകൗണ്ടർ. ബട്ട്ലാപൂർ എൻകൗണ്ടർ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു വിഷയമാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഫാമേഴ്സ് പോസ്റ്റ്പോൺ മാർച്ച് ടു ക്യാപിറ്റൽ, സീക്ക് എയർലി മീറ്റിംഗ്. Farmers, you all know that farmers were actually in an agitation mode with the central government because of many reasons. They demanded mainly legal guarantee for MSP. Legal guarantee for MSP. What is MSP? Minimum support price. What is MSP? Minimum support price. Minimum support price എന്ന് പറയുന്നത് central government used to announce minimum support price for some important crops, agricultural crops like paddy, wheat, sugarcane, maize, groundnut, etc. So each and every year government used to announce this MSP, minimum support price, during the major agricultural seasons of India. What are the major agricultural seasons of India? Rabi season and Kharif season. Rabi season and Kharif season. On both these seasons, central government used to announce MSP, minimum support price. Minimum support price. In the case of paddy, government will announce 2,000 rupees per quintal. I am giving you an example. It is not an accurate figure. 2,000 rupees per quintal. That means minimum support price. If a party wants to buy paddy from farmers, they should give minimum 2,000 rupees per quintal. For each and every quintal, government is announcing MSP. Quintal means 100 kg, 10,000 kg. അപ്പൊ ടണ്ണിനല്ല MSP അനൗൺസ് ചെയ്യുന്നത്, ക്വിന്റലിനാണ്. അപ്പോ അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. മിനിമം സപ്പോർട്ട് പ്രൈസ് is determined by announced by CCEA. Minimum support price announced ചെയ്യുന്നതാണ് CCEA. CCEA means Cabinet Committee on Economic Affairs. CCEA, Cabinet Committee on Economic Affairs. Prime Minister of India is the chairman of CCEA, Cabinet Committee on Economic Affairs. They are announcing MSP, minimum support price, for various agricultural crops during India's main agricultural seasons, Rabi season and Kharif season. And CACP, another body under the control of Agricultural Ministry, they are giving the inputs to CCEA, Cabinet Committee on Economic Affairs, for announcement of MSP, minimum support price. So what is the expansion of CACP?
Commission for Agricultural Cost and Pricing. CACP is Commission for Agricultural Cost and Pricing, and they are providing the required input for the announcement of minimum support price during the Kharif season and Rabi season. Announcement നടന്ന CCE ആണ്, Cabinet Committee on Economic Affairs, and its chairman is Prime Minister of India. അപ്പം അതിന് ലീഗൽ ഗ്യാരണ്ടി, now there is no legal guarantee for MSP minimum support price. Farmers are demanding legal guarantee for MSP minimum support price. Till now government of India didn't yield to that demand. പക്ഷേ government of India recently gave an assurance to the farmers that they are going to have a discussion with farmers with a favorable വ്യൂ ഓൺ ഓൾ ദീസ് ആസ്പെക്ട്സ്. അപ്പൊ അതുകൊണ്ട് ഫാമേഴ്സ് അവരുടെ അജിറ്റേഷനൊക്കെ തൽക്കാലം അവസാനിപ്പിച്ചേക്കാണ്, ഫാസ്റ്റിങ്ങും ഒക്കെ. അപ്പൊ അതാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ മഹാകുംഭ് മേളയെ കുറിച്ചുള്ള ന്യൂസുകൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. മഹാകുംഭ് മേള ഈസ് ഹാപ്പനിങ് അറ്റ് പ്രയാഗ്രാജ് ഈസ് ഇൻ ഉത്തർപ്രദേശ്. അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ HMPV നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. അത് ഇടയ്ക്ക് വെച്ച് ഇന്ത്യയിൽ ഭയങ്കര എന്തൊക്കെയോ വലിയ വിഷയമാണെന്ന് പറഞ്ഞൊക്കെ മീഡിയാസ് ഒക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പിന്നീട് എല്ലാ എക്സ്പേർട്സും പറഞ്ഞു. 1-2 കേസസ് ഒക്കെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് അതിന്റെ. പിന്നെ ആസാം ചീഫ് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ കാണാം. ബട്ട് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ്. അത് അവിടെ അസാമിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തേക്കുന്നത്. അസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആരെന്ന് അറിഞ്ഞിരിക്കുക, ഹിമാന്ത ബിശ്വ ശർമ്മ. ഹിമാന്ത ബിശ്വ ശർമ്മ is the chief minister of Assam. Himanta Biswa Sharma is the chief minister of Assam. Assam is the biggest state in northeastern India. Northeastern India ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് ആസാം എന്ന് പറയുന്നത്. അസാമിന്റെ ക്യാപിറ്റൽ ദിസ്പൂർ ആണ്. അസാമിന്റെ ക്യാപിറ്റൽ ഏതാണ്? ദിസ്പൂർ. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സുപ്രീം കോടതിയിൽ കേസായിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. മുല്ലപ്പെരിയാർ ഈസ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാടു. അറിഞ്ഞിരിക്കാം, കേരളവും തമിഴ്. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഒരു ബാങ്ക് എക്സാമിന്, മുല്ലപ്പെരിയാർ ഡാം ഏത് സ്റ്റേറ്റിലാണെന്ന്. മുല്ലപ്പെരിയാർ ഡാം ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കുമ്പോൾ വി മലയാളീസ് വിൽ ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് എ വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് നമ്മളെ മലയാളിക്ക് തോന്നും. ബട്ട് ഫോർ എ UP സ്റ്റുഡന്റ് ഇറ്റ് വിൽ ബി എ ടഫ് ക്വസ്റ്റ്യൻ, ബിക്കോസ് അവൻ വായിക്കുന്നവനാണെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഒരു നാഷണൽ ലെവലിലെ എക്സാമിലെ ക്വസ്റ്റ്യന്. അപ്പൊ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആണ്. അത് സുപ്രീം കോടതിയിൽ എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ നടക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം ഇവിടെ. പിന്നെ സംഭൽ റയറ്റിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. സംഭൽ റയറ്റ് ഒക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. സംഭലിലെ ഷാഹി ജമാ മസ്ജിദ്, അവിടെ പണ്ട് ക്ഷേത്രമായിരുന്നുള്ള പേരിൽ അവിടെ ക്ലെയിം വരികയും UP ഒരു ലോവർ കോർട്ട് അവിടെ സർവേ അനുവദിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ബേസിൽ അവിടെ റയറ്റ് ഉണ്ടായി, റയറ്റിൽ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. അതാണ് ആ ന്യൂസ്. പിന്നെ കർണാടക CM says 2 lakh people to attend Congress Belagavi rally. അതൊന്നും വേണ്ട. കർണാടക ചീഫ് മിനിസ്റ്റർ ആരാണ്? സിദ്ധരാമയ്യ is the chief minister of Karnataka. സിദ്ധരാമയ്യ is the chief minister of Karnataka, and deputy chief minister of Karnataka is DK Shivakumar. Belagavi is a border district in Karnataka. Actually it is bordering Maharashtra. As per the claims of Maharashtra state government, it is a part of Maharashtra only, but currently it is with Karnataka. Majority of the population in Belagavi is also speaking Marathi, not Kannada. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സിറ്റിയാണ് ബെലഗാവി. ബെലഗാവിയുടെ ചരിത്രപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ 1924 മഹാത്മാഗാന്ധി വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് only once ആണ് അദ്ദേഹം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്നെങ്കിലും അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. സോ പ്രസിഡന്റ് ആണ് എപ്പോഴും കോൺഗ്രസ് സെഷൻസിൽ ചെയർമാൻഷിപ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം ചെയർമാൻഷിപ്പിൽ ഇരുന്ന ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നുള്ളൂ. ദാറ്റ് ഈസ് 1924 ബെലഗാവി കോൺഗ്രസ് സെഷൻ. 1924 ബെലഗാവി കോൺഗ്രസ് സെഷൻ. സോ ഇപ്പൊ 2025 ആഫ്റ്റർ 100 years Karnataka is celebrating the
100th anniversary of Belagavi Congress session that was chaired by the then Congress President മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പൊ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധി ഒറ്റത്തവണ കോൺഗ്രസിന് പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹം അങ്ങനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നടന്ന ഒരേ ഒരു കോൺഗ്രസ് സെഷനേ ഉള്ളത് ബലഗാവിയിലാണ് നടന്ന എന്റെ 100th ആനിവേഴ്സറി ആക്കാം. പിന്നെ വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽസ്, 2 സിമ്പിൾ എഡിറ്റോറിയൽസ്. ഫസ്റ്റ് എഡിറ്റോറിയൽ അത്ര സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ ഇസ് വെരി സിമ്പിൾ. ഫസ്റ്റ് എഡിറ്റോറിയൽ ഇസ് ആക്ച്വലി regarding the economic situation of India. Yesterday I spoke in detail about the investment happening in India. There are 2 types of investment, private investment and public investment. So private investment is actually declining in India as per a latest report published the day before yesterday. That was the main news in Hindu newspaper yesterday. But at the same time, government of India's investment, that is public investment, it is gradually increasing, and various state governments are also increasing their investment drastically. So, ഈ ഡിക്ലൈനിങ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ഫീൽഡിൽ നിന്നുള്ള ഡിക്ലൈനിങ് ഇൻവെസ്റ്റ്മെന്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിന് ആവുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഈ വർഷം നടത്തുമെന്ന് പറഞ്ഞിരുന്ന ഇൻവെസ്റ്റ്മെന്റ് 11.11 lakh crores ആണ്. 11.11 lakh crores. That is a very huge infrastructural investment or capex. Capex എന്നാ പറഞ്ഞ infrastructural investment. Capex means capital expenditure. As per the union budget presented by Nirmala Sitharaman in the last year, Government of India wants to invest 11.11 lakh crore capex, capital expenditure. That is equivalent to 3.4% of Indian GDP. പക്ഷേ Government of India is not going to meet that target, not because of the fault of Government of India, but because of the conduct of election during the last year, Lok Sabha election. ലോക്സഭ ഇലക്ഷൻസ് മൂലം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് Q1 Q1 ഓഫ് ഫിനാൻഷ്യൽ 2024-25 ഗവൺമെന്റിന് ക്യാപെക്സേ നടത്താൻ പറ്റിയില്ല. അപ്പോൾ പിന്നീടുള്ള 9 മാസം വേണം Q2-ലും Q3-ലും Q4-ലും ആയിട്ട് മീറ്റ് ചെയ്യാൻ. ദാറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. But at the same time, state governments also face the same difficulty, because if there is a Lok Sabha election, state governments cannot do this capex also. So central government മാത്രമല്ല, state government ഒക്കെ capex ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ now Government of India and various state governments are making huge efforts to invest more and more in the economy to drive our GDP growth faster. പക്ഷേ അതിനൊരു ഉറപ്പായിട്ട് അതിന്റെ ഒരു ഇമ്പാക്ട് എക്കോണമിയിൽ ഉണ്ടാവുമെങ്കിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നില്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടാത്തതിന്റെ കാരണം, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ സെൻട്രൽ ഗവൺമെന്റ് പല ഇനിഷ്യേറ്റീവ്സ് ചെയ്യുന്നുണ്ട്. അതിലൊരു മെയിൻ ഇനിഷ്യേറ്റീവ് ആണ് PLI എന്ന് പറയുന്നത്. PLIയുടെ പേര് ഡയറക്ട്ലി ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്ട്ലി ഈ എഡിറ്റോറിയൽ അവർ പറഞ്ഞിട്ടുണ്ട്. PLI മീൻസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് മീൻസ് വാട്ട് ഈസ് ഇറ്റ്? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് in the expansion of PLI itself, that is there. Production linked incentive. Government of India is inviting various private companies, including foreign direct investment, foreign companies, to come to India and invest in various sectors announced by Government of India. അതിൽ കുറേ സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സിൽ if that company is investing above a threshold level, ഒരു threshold level ഉണ്ട്. If that company is investing above a threshold level, government will give some incentive to those companies. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെമി കണ്ടക്ടർ ഫീൽഡ് ഗവൺമെന്റ് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തിയാൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ 75% ഗവൺമെന്റ് തന്നെ ചെയ്യും, ബാക്കി 25% കമ്പനി ചെയ്താൽ മതി. അപ്പൊ അതുവഴി ഗവൺമെന്റ് ഒരു ടെക്നോളജിയും കുറെ എംപ്ലോയ്മെന്റും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും. ഹലോ, നീ വന്നാൽ മതി. ഞാൻ 11 മണി തൊട്ട് നീ ക്ലാസ് ഉണ്ട് ഇവിടെ. 11 മണിയാകുമ്പോൾ ക്ലാസ് കയറി. നീ വന്നാൽ മതി. 1 മണിയൊക്കെ ആകുമ്പോ. ശരി, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഈസ് ആക്ച്വലി ഹ്യൂജ് സക്സസ്. Many companies are coming to India
from the foreign countries, and also private companies in India is also very eager to invest using the production linked incentive benefits. പക്ഷെ അപ്പോഴും അതൊന്നും മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെയും ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ സഹായകമായിട്ടില്ല എന്നാണ് ഹിന്ദു പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് കാരണം ഇന്ത്യയിലെ അർബൻ കൺസംഷൻ നല്ല രീതിയിൽ കുറയുന്നു, റൂറൽ കൺസംഷൻ കുറയുന്നു, അർബൻ കൺസംഷൻ കുറയുന്നു. യെസ്റ്റർഡേ ഓൾസോ ഐ സ്പോക്ക് അബൌട്ട് ദ കൺസംഷൻ ഹാപ്പനിങ് ഇൻസൈഡ് ദ ഇന്ത്യൻ എക്കോണമി, ബിക്കോസ് ഇന്ത്യസ് എക്കോണമി is not an export oriented economy like China's economy or USA's economy. India's economy is growing because of the consumption happening inside India. So out of that, the biggest consumption should come from the urban population, but that urban population consumption is gradually reducing because of various factors. Main factor is inflation. അപ്പൊ ഈ കൺസംഷൻ കൂട്ടണമെങ്കിൽ ആൾക്കാരുടെ കയ്യിലേക്ക് കാശ് വരണമെങ്കിൽ ഗവൺമെന്റ് ഇപ്പോഴത്തെ ബഡ്ജറ്റിലെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യണം. ഗവൺമെന്റ് ഷുഡ് റെഡ്യൂസ് ടാക്സ്, ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. GST റെഡ്യൂസ് ചെയ്യണം, ഇൻകം ടാക്സ് റെഡ്യൂസ് ചെയ്യണം. ഇത് ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ കാശ് എത്തിക്കും. മനസ്സിലായോ? പിന്നെ അതല്ലാതെ ഗവൺമെന്റ് സെക്കൻഡ് റൗണ്ട് ഓഫ് എക്കണോമിക് റിഫോംസ് അതും നടപ്പാക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ഈസ് റിലേറ്റീവ്ലി വെരി വെരി ഈസി. ഇതിൽ ഖോഖോ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. KHO ഖോഖോ എന്ന് പറഞ്ഞ ഗെയിം ഇന്ത്യയിൽ റൂറൽ ഏരിയാസിലുണ്ടായ ഒരു ഗെയിമാണ്. അതിനൊരു വേൾഡ് കപ്പ് ഡൽഹിയിൽ വെച്ച് നടന്നു. ആ വേൾഡ് കപ്പില് പ്രദീപ് വൈക്കർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ മെന്നും പ്രിയങ്ക ഇംഗ്ലെ എന്ന് പറയുന്ന ലേഡിയുടെ നേതൃത്വത്തിൽ വിമനും വേൾഡ് കപ്പ് ഇന്ത്യക്ക് തന്നെ കിട്ടി. അപ്പൊ കൊക്കോയില് മെയിൽ വേൾഡ് കപ്പും ഫീമെയിൽ വേൾഡ് കപ്പും ഇന്ത്യക്ക് കിട്ടി. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം, കൊക്കോ ഈസ് നോട്ട് എ ഗ്ലോബൽ സ്പോർട്ട്. അതൊരു ഗ്ലോബൽ സ്പോർട്ട് അല്ല, ഗ്ലോബലി ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലർ സ്പോർട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഇന്ത്യ വേൾഡ് കപ്പ് നേടി നമ്മൾ ആരും അറിഞ്ഞില്ല. ഈവൻ ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കുന്ന ഞാൻ പോലും അറിഞ്ഞില്ല. ഇനി അറിഞ്ഞാലും പലപ്പോഴും നമ്മൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു എക്സാമ്പിൾ, ഇന്ത്യ ഈസ് എ ബിഗ് പവർ ഹൗസ് ഇൻ സർട്ടൺ സ്പോർട്സ് ലൈക്ക് ക്രിക്കറ്റ്, ചെസ് എക്സെട്ര. റീസെന്റ് India's D. Gugesh won World Chess Championship, and World Rapid Chess Championship was won by Koneru Hambi. And India's male and female chess teams won Chess Olympiad in the last year. They got media attention also, but at the same time, Indian corporate houses and various state governments largely ignored them. That is a complaint raised by Hindu editorial team in this editorial. They are not getting the financial incentives. D. Gugesh got 10 crore or 5 crore rupees from Tamil Nadu government, but big corporate houses, various other state governments, they are not giving enough financial incentives to Indian Chess Olympiad team. They won gold medal in the male and female category, and they didn't get the proper incentives from the various stakeholders. They got the media attention. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി, ഈവൻ ചെസ്സിൽ പോലും. അപ്പം ഇന്ത്യ ചില സ്പോർട്സിലൊക്കെ, അപ്പൊ അതേസമയത്ത് ക്രിക്കറ്റിന് മാത്രം നല്ല അറ്റൻഷൻ കിട്ടും. പക്ഷെ ക്രിക്കറ്റിന് അറ്റൻഷൻ കിട്ടുന്നതിന് ക്രിക്കറ്റിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. BCCI ഹാസ് എ വെരി പ്രൊഫഷണൽ അപ്രോച്ച് ടുവേർഡ്സ് ദ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അവര് നല്ല രീതിയിൽ കോർപ്പറേറ്റ്സുകൾ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് പ്ലേയേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും മറ്റ് സ്പോർട്സ് ബോഡീസ് ചെയ്യുന്നില്ല. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ മറ്റ് സ്പോർട്സുകൾ വളരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ കഴിഞ്ഞ തവണ ഇന്ത്യക്ക് 6 മെഡൽസ്, അതൊരു മോശം എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ഗോൾഡ് പോലും നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയില്ല. നമുക്ക് നീരജ് ചോപ്രയ്ക്ക് സിൽവർ ആയിപ്പോയി, ബാക്കി നമുക്ക് എല്ലാം കിട്ടിയ സിൽവറും ബ്രോൺസും ഒക്കെയാണ്. അപ്പോൾ ഒരു വേൾഡിലെ സ്പോർട്സിൽ ഒരു പവർ ഹൗസ് ആയിട്ട് ഇന്ത്യ മാറണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇമുലേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ സ്പോർട്സ് ബോഡീസ് സ്പോർട്സിനെ വളർത്താൻ നന്നായിട്ട് ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ ഞാൻ ഈ ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞത്. UGC's ഡ്രാഫ്റ്റ് റെഗുലേഷൻ ആ സീരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ. ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. UGC ഇപ്പം വൈസ് ചാൻസലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് കൊണ്ടുവന്നാൽ അത് സ്റ്റേറ്റുകളുടെ പെറോഗേറ്റീവിന്റെ അകത്ത് കയറി UGC എന്ന് പറഞ്ഞൊരു സെൻട്രൽ ഗവൺമെന്റ് ബോഡി കളിക്കുന്നു. അപ്പൊ അങ്ങനെ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടല്ലോ, ഫെഡറലിസം, ആ ഫെഡറലിസ്റ്റിക് പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്നു, ഈവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസിനെ വയലേറ്റ് ചെയ്യുന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ടായ PDT ആചാര്യ ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളത് പിന്നീട് വായിച്ചോളുക.
ഇനി അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം ഇതുപോലുള്ള ആർട്ടിക്കിൾസ് ഇനിയും വരും, കാര്യം ഇത് ഒരു വലിയ വിഷയം ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അപ്പം ഡിസ്കസ് ചെയ്യാം. പ്രയോറിറ്റൈസിങ് IMEC is in America's best interest എന്ന് പറയുന്ന മറ്റൊരു ആർട്ടിക്കിൾ. വാട്ട് ഈസ് IMEC? IMEC, you must have heard about IMEC during the last 1 or 2 years, because IMEC is India. IMEC was proposed by Joe Biden and Narendra Modi during the G20 summit held at India in 2023. 2023 G20 host was India. In 2024 it was in Brazil. So in 2023 New Delhi G20 summit, US President Joe Biden and Indian Prime Minister Narendra Modi jointly put forward the idea of IMEC. What is IMEC? It is a ഒരു എന്താ കണക്ടിവിറ്റി ഒരു നെറ്റ്വർക്കാണ് IMEC. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, ദാറ്റ് ഈസ് IMEC. അപ്പൊ ഈ ജോയ് ബൈഡൻ അത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, IMEC ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിലെ ഈ സൂയസ് കനാൽ ഈജിപ്തിലോട്ട് നമുക്കറിയാം, മെഡിറ്ററേനിയൻ സീയും റെഡ് സീയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സൂയസ് കനാൽ. ഈ സൂയസ് കനാലിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, സൂയസ് കനാലിന് ചിലപ്പോഴൊക്കെ ചില പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അത് വേൾഡിലെ ഷിപ്പിംഗിനെ പലപ്പോഴും ബാധിക്കാറുണ്ട്, മറൈൻ ട്രാൻസ്പോർട്ടേഷനെ പലപ്പോഴും ബാധിക്കാറുണ്ട്. So India, Middle East countries and Europe can very well bypass the Suez Canal, and India can transport its goods and services, mainly goods, to European countries through this IMEC, India Middle East Europe Economic Corridor. The main participating countries are India, UAE, Saudi Arabia, Israel, Greece, France, എക്സെട്ര. അപ്പൊ ഇതിന്റെ വേറൊരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇതിന്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഈസ് ഇന്ത്യ ക്യാൻ റെഡ്യൂസ് ഇറ്റ്സ് ലോജിസ്റ്റിക്സ് കോസ്റ്റ് by around 30 to 40% by bypassing Suez Canal and directly entering Europe through Middle East. ഇസ്രായേലിലെ ഹൈഫ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്, അതിനൊന്നും കരുതി പറയുന്നില്ല, ആ ഒരു ആസ്പെക്റ്റിലല്ല ഇത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ആ ഹൈഫ പോർട്ട് വഴി അവർക്ക് ഡയറക്ട്ലി ഗ്രീസിലേക്ക് പോവാം. അപ്പം ഡിസ്റ്റൻസ് അറൌണ്ട് 30 to 40% ഡിസ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. Then definitely the logistic cost will also come down. That is that logistic cost savings will be around 30 to 40%. അതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. That is the economic significance of this IMEC, India Middle East Europe Economic Corridor. At the same time, there is a political significance also. Currently, the world's biggest connectivity project is BRI. BRI means Belt and Road Initiative. Currently, the world's biggest connectivity project is BRI, Belt and Road Initiative. BRI is the brainchild of Chinese President Xi Jinping. So, but the problem with BRI is actually it is not democratic one, because it is being implemented by an autocratic nation, China, and they are using different tactics to make joint countries into this BRI initiative, and some countries already joined this BRI initiative went bankrupt. One good example just in front of us is Sri Lanka, and another one is Pakistan. Sri Lanka, അവര് ചില BRI ആയിട്ട് ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ ചൈനയുടെ ശ്രീലങ്കയിൽ നടപ്പാക്കിയാണ് മെയിനായിട്ട് ശ്രീലങ്ക ബാങ്ക്രപ്റ്റ് ആവാനുള്ള റീസൺ. രണ്ടാമത്തത് ഗ്വാദർ എന്ന് പറഞ്ഞൊരു പോർട്ട് പാകിസ്ഥാനിൽ നടപ്പാക്കി, പാകിസ്ഥാനിൽ ആ ഗ്വാദർ പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ പ്രയോജനമൊന്നുമില്ല. പാകിസ്ഥാൻ ഈസ് ഓൾസോ facing big issues because of this Chinese investment as part of BRI, and China is imposing exorbitant interest rate for all these loans being provided for making infrastructure projects under BRI in all the participating countries. അപ്പോൾ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സംഭവം അല്ലത്. അപ്പോൾ യൂറോപ്പും ഈ പറഞ്ഞ ഇന്ത്യ അതുപോലെ USA ഇതെല്ലാം വേൾഡിലെ എണ്ണം പറഞ്ഞ ഡെമോക്രാറ്റിക് കൺട്രീസ് ആണ്. ഇവർക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വേയിൽ BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ടിവിറ്റി പ്രൊജക്ടിന്റെ ഡോമിനൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മോർ ഡെമോക്രാറ്റിക് ആൻഡ് മോർ ഇൻക്ലൂസീവ് കണക്ടിവിറ്റി പ്രൊജക്ട് IMEC വരെ കൊണ്ടുവരാൻ പറ്റും.
അതാണ് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നല്ലേ പറഞ്ഞത്. പക്ഷെ one problem is the IMEC was put forwarded by Joe Biden. I already stated that. But now the Trump administration took over in America. So what Donald Trump is going to do with this IMEC project? That is the biggest question put forwarded by the authors of this article. But according to me, I am not an expert in this field, but according to me, in the common sense, Donald Trump is going to actively pursue IMEC project because IMEC project is based on Abraham Accord. Because for implementation of IMEC project, normalization of relationship between Israel and Arab nations is essential. For normalization of Israel-Arab countries, Israel and Arab countries, the basis is Abraham Accord. ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് ട്രംപിന്റെ പീരീഡിലാണ് സൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഈ അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ അത്രത്തോളം സപ്പോർട്ട് ചെയ്യാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പീരീഡിൽ IMEC കൂടുതൽ വിഗറസ് ആയിട്ട് നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ വി നീഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ് ആസ് ജഡ്ജസ് എന്ന് പറഞ്ഞൊരു സംഭവം. അത് വേറൊന്നും അല്ല, ഇന്ത്യയിൽ ജഡ്ജസിന്റെ വലിയ ഷോർട്ടേജ് ഉണ്ട്, എസ്പെഷ്യലി ഹൈക്കോർട്സിൽ. സുപ്രീം കോർട്ടിൽ ടോട്ടൽ 34 ജഡ്ജസ് ആ ഉള്ളത്. അതിലിപ്പോ 33 ഉണ്ട്, അവിടെ ഒരാളെ മാത്രം വേക്കൻസി ഉള്ളു. ബട്ട് ഇൻ ഹൈക്കോർട്സ്, ഇൻ വേരിയസ് ഹൈക്കോർട്സ്, ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ആർ ദയർ. India's biggest high court, Allahabad High Court, is functioning with 50% sanction strength. അവിടെയുള്ള മൊത്തം ജഡ്ജിമാരിൽ 50% റിട്ടയർ ആയി പോയി, ബാക്കി 50% ഇതൊരിക്കൽ അപ്പോയിന്റ് ചെയ്തിട്ട് പോലുള്ള. The same is the case with other high courts of India also. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, 60 lakhs, ഏതാണ്ട് 60 ലക്ഷത്തോളം കേസുകളാണ് ഇന്ത്യൻ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. അപ്പൊ ജഡ്ജിമാർ ഓവർ ടൈം വർക്ക് ചെയ്ത് ഒക്കെയാണ് അവർ ഇത് തീർക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ക്വാളിറ്റി ഓഫ് ദ വേർഡിക്ട് വിൽ ബി അഫക്റ്റഡ്. എന്താ കാര്യം, ജഡ്ജിക്ക് പെട്ടെന്ന് ആ കേസ് പഠിക്കാനുള്ള സമയം പോലും ഒരു പക്ഷേ കിട്ടത്തില്ല. അതൊക്കെ ഈ വേർഡിക്റ്റിന്റെ തന്നെ ക്വാളിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 217(2)C, ബട്ട് ദാറ്റ് വാസ് ഇത് റിപ്പീൽഡ്. ആ ഒരു ആർട്ടിക്കിൾ ഇപ്പൊ ഇല്ല, അതിനെ റിപ്പീൽ ചെയ്തു. ഈ ആർട്ടിക്കിൾ എന്തിനാണെന്ന് അറിയാമോ? ഇത് ലോകത്തിലെ പല രാജ്യങ്ങളിലും 217(2)C, ഈ 2 ബ്രാക്കറ്റ് ഇടുവാൻ, ലോകത്തിലെ പല രാജ്യങ്ങളിലും, അമേരിക്കയിൽ ഉൾപ്പെടെ എന്ന് പറയാൻ ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രി ആണല്ലോ, അവിടെ ഉൾപ്പെടെ ഡയറക്റ്റ് ആയിട്ട് ജൂറിസ്റ്റുകളെ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ഇന്ത്യയിൽ ഡയറക്റ്റ് ആയിട്ട് ജൂറിസ്റ്റുകളെ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആയിരുന്നു 217(2)C. ജൂറിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്, ജഡ്ജിമാരും ജൂറിസ്റ്റ് പറയാറുണ്ട്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. അതായത് ഇപ്പൊ നമ്മുടെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരുണ്ട്. ദേ ഹാവ് ദ ലീഗൽ നോളജ്, സംടൈംസ് മോർ ദാൻ ദ ലീഗൽ നോളജ് ഓഫ് അവർ ജഡ്ജസ്. പക്ഷെ അവരുടെ ആ നോളജ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അൺയൂട്ടിലൈസ്ഡ് ആണ്. അവർക്ക് ഇന്ത്യയിൽ ഇപ്പൊ ജഡ്ജ് ആവാൻ പറ്റൂല. ഇന്ത്യയിൽ ജഡ്ജ് ആവണമെന്നുണ്ടെങ്കിൽ ദ ഓൺലി വേസ് ടു become the judge of a lower court at least for 10 years, or should be an advocate in a high court or supreme court at least for 10 years. ഒന്നുകിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം 10 വർഷം മിനിമം ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ജഡ്ജ് ആയിരിക്കണം 10 വർഷത്തേക്കെങ്കിലും, അപ്പോഴേ ജഡ്ജ് ആവാൻ പറ്റൂ. പക്ഷെ പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ എമിനന്റ് ആയിട്ടുള്ള ലോ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊഫസേഴ്സിനോ അങ്ങനെയുള്ളവർക്കൊക്കെ ആവാൻ പറ്റും. അതിനുള്ള പ്രൊവിഷൻ ഇന്ത്യയിലും ഉണ്ടായിരുന്നു, അതായിരുന്നു 217(2)C. അത് റിപ്പീൽ ചെയ്തു. അത് പക്ഷേ റീഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജഡ്ജിമാരെ ഈ പറഞ്ഞ അക്കാഡമിക്സിന്റെ സൈഡിൽ നിന്ന് എടുക്കണം. അങ്ങനെ ചെയ്താൽ അവരുടെ ഈ മോഡേൺ ആയിട്ടുള്ള തോട്ട്സും ഒക്കെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് പിന്നീട് കൂടുതൽ നല്ല വിധികൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഈ ബാക്ക്ലോഗ്സ് എല്ലാം തീർക്കാൻ പറ്റും, കൂടുതൽ ജഡ്ജിമാർ ഇന്ത്യയിൽ ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷെ അപ്പോഴൊരു പ്രോബ്ലം ഉണ്ട്, അവർക്ക് ഈ കോടതികളുടെ ആ ഒരു രീതിയും ജുഡീഷ്യറിയുടെ ഫംഗ്ഷനിങ് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനും ഒരു സൊല്യൂഷൻ ഈ പറയുന്നുണ്ട്, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അതിനുശേഷം ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ അതൊക്കെ നടക്കുമെന്ന് അറിഞ്ഞൂടെ. ഇതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്യണം, പാർലമെന്റിൽ അതിന് വേണ്ടിയുള്ള അമെന്റ്മെന്റ്സ് കൊണ്ടുവരണം. നെക്സ്റ്റ് പേജ് ഞാൻ നേരത്തെ പറഞ്ഞ UGC റെഗുലേഷൻസിനെ കുറിച്ച് വീണ്ടും ഒരു ആർട്ടിക്കിൾ ഉണ്ട് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ. ഇനി മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോ ഈ പേജിലെ ന്യൂസുകളില് ചെന്നൈ എയർപോർട്ട് റോ എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. വിജയൊക്കെ അപ്പൊ അതിന്റെ അകത്ത് ഗവൺമെന്റ് ഓഫ് സ്റ്റാലിന്റെ ഗവൺമെന്റ് ക്രിട്ടിസൈസ്, ചെന്നൈയിൽ പുതിയൊരു എയർപോർട്ട് വരുന്നു. ചെന്നൈ ഒരു ബിഗ് സിറ്റിയാണ്. ഇപ്പൊ മുംബൈയിൽ സെക്കൻഡ് എയർപോർട്ട് ഈ വർഷം ഇനാഗുറേറ്റ് ആണ്, നവി മുംബൈയിൽ.
ഡൽഹിയിൽ സെക്കൻഡ് എയർപോർട്ട് ഇപ്പോൾ വരിക. ഡൽഹിയിൽ സെക്കൻഡ് എയർപോർട്ട് ഡൽഹിയിലല്ല, ഡൽഹിയോട് ചേർന്നൊക്കെ നോയിഡയിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് നോയിഡയിൽ വരുന്നത്. ഡൽഹിയുടെ സെക്കൻഡ് എയർപോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിന്. UP യിലാണെങ്കിൽ പോലും ഡൽഹിയുടെ ബോർഡറിലാണ്. അതുപോലെ മുംബൈയിൽ നവി മുംബൈയിൽ വരുന്നു സെക്കൻഡ് എയർപോർട്ട്. ചെന്നൈയിലും സെക്കൻഡ് എയർപോർട്ട് വരിക. ഈ ചെന്നൈയിൽ സെക്കൻഡ് എയർപോർട്ട് വരുന്നത് പരന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പരന്തൂർ പക്ഷെ അതൊരു വില്ലേജ് ആണ്. പക്ഷെ അവിടുത്തെ ഫാമേഴ്സ് അവരുടെ ഫെർട്ടൈൽ ലാൻഡ് ഈ എയർപോർട്ടിന് അക്യൂർ ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയിട്ട് സമരം നടത്തിയ. അതിപ്പോ അവിടെ വലിയ വിവാദമായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിൽ സെക്കൻഡ് എയർപോർട്ട് വരുന്ന ഇവിടെ നടന്നിരിക്കുക പരന്തൂരിലാണ്. പിന്നെ ഇവിടെ ഈ ക്രിസ്ത്യൻ മൈക്കിൾ എന്ന് പറഞ്ഞ ആളിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ ഒരുപാട് സ്കാംസ് നടന്നിട്ടുണ്ട്. അതിൽ ഒരു സ്കാം ആയിരുന്നു ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ്. ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഈസ് എ ഹെലികോപ്റ്റർ കമ്പനി ബേസ്ഡ് ഇൻ ഇറ്റലി. They are making most modern helicopters for the purpose of VVIPs in India. The then Manmohan Singh government decided to buy a certain number of Augusta Westland helicopters. But after some times, even before the sale taking place, corruption happened in that deal. അത് അറിഞ്ഞപ്പോൾ ആ ഡീലെ സ്ക്രാപ്പ് ചെയ്തു. ആ കറപ്ഷൻ ആളാണ് ക്രിസ്ത്യൻ മൈക്കിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞല്ലോ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്കാം മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഉത്തരാഖണ്ഡ് റോൾ ഔട്ട് UCC by end of January. The first state in India to implement UCC Uniform Civil Code after independence is Uttarakhand. Uttarakhand Chief Minister is Pushkar Singh Dhami. So from January end onwards, Uttarakhand is going to witness the implementation of UCC Uniform Civil Code. UCC Uniform Civil Code is being discussed in Article 44 of Indian Constitution. Article 44 of Indian Constitution. What is UCC Uniform Civil Code? For all religions, same civil code. That means marriage, divorce, succession, inheritance, etc. should be governed by a single law in India. Now it is not like that. Muslims have their own civil laws. Hindus have their own civil laws. പക്ഷെ ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അങ്ങനെ പാടില്ലെന്ന്. അപ്പൊ UCC നടപ്പാക്കാൻ പോകുന്ന ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ഉത്തരാഖണ്ഡ്. ഓൾറെഡി ഗോവയിലുണ്ട്, പക്ഷെ അത് ഇന്ത്യ കൊണ്ടുവന്നല്ല. അത് പണ്ട് പോർച്ചുഗീസുകാർ അവിടെ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ വഖഫ് അമെന്റ്മെന്റ് ബിൽ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വഖഫ് പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ. വഖഫ് അമെന്റ്മെന്റ് ബിൽ 2024 ഇന്ത്യയിൽ ഇപ്പൊ നടപ്പാക്കാൻ പോയ അതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു JPC ഉണ്ട്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. JPCയുടെ ചെയർമാൻ ജഗദാംബിക പാൽ. ഹീസ് എ BJP MP. Jagadambika Pal is the chairman of JPC Joint Parliamentary Committee, which is studying Waqf Amendment Bill 2024. Okay. പിന്നെ ഇവിടെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയുടെ ഒരു ഫോട്ടോ കാണാം. റിപ്പബ്ലിക് ഡേ പരേഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം. റിപ്പബ്ലിക് ഡേ പരേഡ് 26 റിപ്പബ്ലിക് ഡേയിലല്ലേ നടക്കുന്നത്. ഇന്ത്യയുടെ കർത്തവ്യ പഥ് ഡൽഹിയിലാണ്. അവിടെയാണ് റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നത്. രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ഫോട്ടോയൊക്കെ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ സീനിയർ സിറ്റിസൺസിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മിനിസ്റ്റർ വേണമെന്ന് പറഞ്ഞൊക്കെ ഇപ്പൊ സുപ്രീം കോടതി ഒരു കേസ് വന്നേക്കാം. There is ministry for women. There is ministry for child. That is women and child development ministry. And also there is ministry for youth ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി ഉണ്ട്. പക്ഷേ സീനിയർ സിറ്റിസൺസിന് മാത്രം ഒരു മിനിസ്ട്രി ഇല്ല. അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ മിനിസ്ട്രി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വേണം. നല്ലതാണ്. കാര്യം ഇന്ത്യയിലെ സീനിയർ സിറ്റിസൺസിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടാൻ പോയാണ്. പിന്നെ വേറെ ഇവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ബിസിനസ് പേജ് ARCസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. വാട്ട് ഈസ് ARC? അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. വാട്ട് ഈസ് ARC? Asset Reconstruction Company. You should know the full form of ARC, Asset Reconstruction Company. Asset Reconstruction Companies are a certain kind of institution which comes under, which are being regulated by Reserve Bank of India. Mainly asset reconstruction companies are dealing with the NPA, non-performing asset. What is NPA, non-performing asset? If we are taking a loan from a bank, that is the asset of the bank, because from that asset, from that loan, banks are getting interest. So അവരെ സംബന്ധിച്ച് അവർക്ക് അത് അസറ്റ് ആണ്. അസറ്റ് എന്നല്ലേ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. സോ when we take a loan from a bank, that is an asset for the bank. If we are not paying the interest or principal for continuous 90 days,
after taking loan from a bank, the bank will classify that loan as NPA, non-performing asset. So if that NPA, non-performing asset accumulates, the bank will fail. So in order to avoid that kind of situation, Reserve Bank of India formulated various methods to reduce NPA or eliminate NPA, non-performing asset. Out of those methods, one is ARC, Asset Reconstruction Companies. They are dealing with NPA. ബാങ്കുകളിൽ നിന്ന് NPA വാങ്ങിയിട്ട് അവർ അതിനെ പെർഫോമിംഗ് അസറ്റ് ആക്കാൻ നോക്കുക. അതിനുള്ള പരിപാടികളുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ARC, Asset Reconstruction Company. NCLT യെ കുറിച്ച് ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ഞാൻ NCLAT യെ കുറിച്ചും പറഞ്ഞു, എന്റെ അപ്പെക്സ് ബോഡി. NCLAT, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഗോ ഫസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു എയർലൈന് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണം അറിഞ്ഞിരിക്കുക. പിന്നെ അനന്ത നാഗേശ്വരന്റെ ഫോട്ടോ ഇവിടെ കാണാം. അനന്ത നാഗേശ്വരൻ is the chief economic advisor to government of India. CEA, chief economic advisor to government of India is Ananda Nageshwaran. He is the man responsible for Economic Survey of India. From January 31 onwards, India's budget session is going to start. Parliament has 3 sessions in each and every year. First session is budget session. Budget session is going to start from January 31. February 1st, India's budget will be presented by our Finance Minister Nirmala Sitharaman. So January 31, the first day of budget session, there will be presentation of economic survey. Economic survey is an expectation about our Indian economy for the next financial year. That economic survey is being prepared by CEA, Chief Economic Advisor. Current Chief Economic Advisor is Ananda Nageshwaran. പിന്നെ ഇവിടെ വേറൊന്നും പറയാനില്ല. ഓക്കെ, നെക്സ്റ്റ് പേജ് പോകുമ്പോൾ വേൾഡ് പേജിൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് US to withdraw from Paris Agreement. ഓൾറെഡി ഞാനത് ഡിസ്കസ് ചെയ്തു. പാരീസ് അഗ്രിമെന്റിൽ നിന്ന് US വിത്ഡ്രോ ചെയ്യാൻ പോകുന്നു. പാകിസ്ഥാനിൽ ഗ്വാദറിൽ ഇപ്പോൾ ഒരു എയർപോർട്ടും ചൈന നിർമ്മിച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി ഗ്വാദറിൽ അവര് ഒരു പോർട്ട് നിർമ്മിച്ചു, അത് തന്നെ ഇപ്പം യൂസ്ലെസ് ആയിട്ട് കിടക്കുക. അതിൻ്റെ അതേ ഗ്വാദറിൽ എയർപോർട്ട് നിർമ്മിച്ചേക്കുന്നു. പിന്നെ മ്യാൻമറിൽ ഇപ്പൊ പട്ടാള ഭരണമാണ് ഞാൻ പറഞ്ഞു. അവിടുത്തെ പട്ടാളത്തിനെതിരെ അവിടുത്തെ പല ആംഡ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ആംഡ് ഗ്രൂപ്പുകളും മ്യാൻമറിലെ മിലിറ്ററിയും തമ്മിൽ എന്തായാലും ഒരു സീസ് ഫയർ ഉണ്ടാക്കി. ചൈനയാണ് അതിന്റെ മീഡിയേറ്റർ. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഇവിടെ കാണാം. നെക്സ്റ്റ് പേജില് കഴിഞ്ഞ വർഷത്തെ ITF, ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ. വാട്ട് ഈസ് ITF? ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ. ITF is the body which is governing world tennis. ITF, International Tennis Federation. So International Tennis Federation selected Jannik Sinner. He is the number 1 player in the world, male player in the world, Jannik Sinner, and Iga Swiatek as the world male tennis champion and world female tennis champion. So Jannik Sinner is the world male tennis champion and Iga Swiatek is the world female tennis champion as per ITF, International Tennis Federation, the world governing body of the tennis. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പണിനെ കുറിച്ചുള്ള ന്യൂസുകൾ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ച്. യൂറോപ്പിലെ ഫുട്ബോൾ ലീഗിൽ ഇറ്റലിയിലെ ലീഗാണ് സീരി എ. അതിനെ കുറിച്ചുള്ള ന്യൂസ് അവിടെ കാണാം. സ്പെയിനിലെ ഫുട്ബോൾ ലീഗാണ് ലാ ലിഗ. ഇതൊക്കെ പഠിച്ചു വെച്ചാണ്. സ്പെയിനിലെ ഫുട്ബോൾ ലീഗ് ലാ ലിഗ. ജർമ്മനിയിലെ ഫുട്ബോൾ ലീഗാണ് ബുണ്ടസ് ലീഗ, ജർമ്മനിയിലെ ഫുട്ബോൾ ലീഗ്. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗാണ് പ്രീമിയർ ലീഗ്. ഞാൻ PL എന്ന് എഴുതിയിരിക്കുന്ന പ്രീമിയർ ലീഗ്. ഇതിനെ കുറിച്ചുള്ള ന്യൂസുകൾ അവിടെ കാണാം. പിന്നെ ഈ വർഷത്തെ വേൾഡ് ചെസ് വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു. ഫിഡെ വേൾഡ് കപ്പ് 2025 ഇന്ത്യയിലാണ്. അത്രയാണ്. ഫിഡെ എന്ന് പറഞ്ഞാണ് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ. ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം.